ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആഴ്ചയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇന്ന് 25,000 എന്നുള്ള ആ ഒരു ക്രിട്ടിക്കൽ ലെവൽ അത് മറികടന്നുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നിഫ്റ്റി നൽകിയിട്ടുള്ളത്. അവിടെ 122 പോയിന്റിൻ്റെ ഒരു അപ്സൈഡ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി നൽകിയതെങ്കിലും ഇൻട്രാഡേ റാലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും കൂടുതലാണെന്ന് കാണാം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടെ തുടങ്ങിയ നിഫ്റ്റി വളരെ പെട്ടെന്ന് താഴോട്ടേക്ക് വരുന്നു. 24,882 എന്ന ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു ലെവലിൽ നിന്നാണ് തിരിച്ചു കയറിയിട്ട് 25,090 എത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ 208 പോയിന്റിന്റെ ഒരു റാലിയാണ് ഇൻട്രാഡേയിൽ നടന്നത്. അപ്പോൾ അതൊരു ശക്തമായ ഒരു മൂവ് തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റി 50യിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ 28 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, 21 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റി 50യിലെ മേജറായിട്ട് ഫോൾ ഇന്ന് നടന്നത് റിലയൻസ് സ്റ്റോക്കിലാണ്. എന്നാൽ ഇന്ന് നിഫ്റ്റി 50യിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് ICICI ബാങ്കും HDFC ബാങ്കുമാണെന്നും കാണാം. അപ്പോൾ ഈ രണ്ട് ബാങ്കുകളുടെയും റിസൾട്ടിനെ മാർക്കറ്റ് വളരെ പോസിറ്റീവായി എടുത്തത് കൊണ്ടുള്ള ഒരു റിയാക്ഷനാണ് ഇന്നുണ്ടായത്. ഇപ്പോൾ HDFC ബാങ്കിൽ 2.25% അപ്സൈഡ് മൂവും ICICI ബാങ്കിൽ 2.71% അപ്സൈഡ് മൂവും ഉണ്ടായി. അപ്പോൾ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവന്ന ICICI റിസൾട്ടിന് തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു പോസിറ്റീവ് റിയാക്ഷൻ നൽകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ HDFCയുടെ റിസൾട്ട് അവരുടെ ആ ഒരു പ്രൊവിഷൻ വർദ്ധിച്ചത് കാരണം ചെറിയ തോതിലുള്ള ഒരു ആശങ്ക പടർത്തിയിരുന്നു. എന്നാൽ ആ ഒരു ആശങ്ക അസ്ഥാനത്താണ് എന്ന രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. നമുക്കറിയാം HDFC ബാങ്കിൽ 14,451 കോടിയിലേക്ക് അവരുടെ പ്രൊവിഷൻ ഉയർന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ വെറും 3,193 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ ഒരു വർധനവ്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ 1,900 കോടിയുടെ ഒരു വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നല്ല ക്രെഡിറ്റ് ഗ്രോത്തും അതുപോലെ ലോൺ ബുക്കിൽ വർധനവും ഉണ്ടാകുന്ന ആ ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള ലോൺ ഡിഫോൾട്ടിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബഫർ എന്നുള്ള നിലക്ക് 9,000 കോടി ഇവർ പ്രൊവിഷനിൽ മാറ്റിവെച്ചതാണ്. അപ്പോൾ ആ ഒരു അഡീഷണൽ 9,000 കോടി ഏതെങ്കിലും ഡിഫോൾട്ട് പേയ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും ബാഡ് ലോൺ ഉണ്ടായതിന്റെ കാരണം കൊണ്ടോ ആയിരുന്നില്ല. അത് ഭാവിയിലുള്ള ഒരു റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ആ പ്രൊവിഷൻ അവിടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ അതിന് വളരെ പോസിറ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സ് എടുക്കുകയും മാർക്കറ്റ് അപ്രിഷിയേറ്റ് ചെയ്തതായിട്ടുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റിലയൻസ് സ്റ്റോക്കിൽ ഏകദേശം 3% ഒരു ക്രാഷ് ഉണ്ടായപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്തത് ഈ ഒരു ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും പെർഫോമൻസ് ആണ്. നമുക്കറിയാം നിഫ്റ്റിയിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ് ഈ 3 സ്റ്റോക്കുകളും. HDFC ബാങ്കിന് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത് 12.7%, ICICI ബാങ്കിന് 8.52% വെയിറ്റേജ് ഉണ്ട്. മൂന്നാമത് റിലയൻസിനാണ് ഏറ്റവും അധികം വെയിറ്റേജ് 7.77%. അപ്പോൾ ഇന്ന് റിലയൻസും കൂടി ഈ HDFCയും ICICI ബാങ്കും പെർഫോം ചെയ്തതുപോലെ പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അപ്സൈഡ് മൂവ് അതൊരു തകർപ്പൻ റിക്കവറി ആയിട്ട് നിഫ്റ്റിയിൽ മാറുമായിരുന്നു. എന്നാൽ ഇന്ന് റിലയൻസ് നിഫ്റ്റി 50യിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് 3.24% ഡൗൺ ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും ഫലത്തിൽ ബാങ്ക് നിഫ്റ്റി 1% മുകളിൽ അപ്സൈഡ് പോയപ്പോൾ റിലയൻസിൻ്റെ ഈ ഒരു ഡൗൺ ട്രെൻഡ് കാരണം ഓയിൽ ആൻഡ് ഗ്യാസ് ആ ഒരു സെഗ്മെന്റിൽ 1% ഡൗൺ ആയതായിട്ട് കാണും. കാരണം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത് റിലയൻസിനാണ്. റിലയൻസ് 3% താഴോട്ട് പോകുക എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് തീർച്ചയായിട്ടും അതിനെ ഡ്രാഗ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ റിലയൻസിനോടുള്ള മാർക്കറ്റിന്റെ ഈ ഒരു റിയാക്ഷൻ അത് റിസൾട്ട് ബേസ്ഡ് ആയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം റിലയൻസിന്റെ റിസൾട്ട് അത്ര മോശമായിരുന്നില്ല. പ്രത്യേകിച്ച് ഹൈയസ്റ്റ് എവർ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത് ഒരു ക്വാർട്ടർ കൂടിയായിരുന്നു അത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ന്യൂസാണ് അത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിൽ മൊത്തത്തിൽ താഴോട്ടേക്ക് കൊണ്ടുപോയ ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ, അതായത് 27 രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ യൂറോപ്യൻ യൂണിയന് അവരവരുടെ 18ാമത്തെ ഒരു സാങ്ഷൻ റഷ്യക്കെതിരെ കൊണ്ടുവരികയാണ്. അപ്പോൾ റഷ്യയുടെ ആ ഒരു ഓയിൽ ആൻഡ് എനർജി സെഗ്മെന്റിനെ അതിലുള്ള അവരുടെ റവന്യൂ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 3ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ അത് ഏകദേശം $50.3 ബില്യൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയുടെ $143 ബില്യൺ ഇമ്പോർട്ടിൽ ഏകദേശം 1/3 ഈ പറയുന്ന റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ടാണ്. അപ്പോൾ ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനി റിലയൻസ് ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആ ക്രൂഡ് റിഫൈൻ ചെയ്തിട്ട് അവർ തിരിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം $5 ബില്യൺ എക്സ്പോർട്ടാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള റിഫൈൻഡ് ഓയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാങ്ഷൻ കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ത്യയിലുള്ള ലീഡിംഗ് റിഫൈനിങ് കമ്പനികൾ അത് വലിയ തോതിൽ ബാധിക്കും. അതിൻ്റെ ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്രാഷാണ് ഇന്ന് നമ്മൾ എനർജി സ്റ്റോക്കുകളിലും സെയിം ടൈം റിലയൻസിലും കണ്ടിട്ടുള്ളത്. കാരണം റിലയൻസിൻ്റെ ഒരു മേജർ ബിസിനസ്സാണ് ഓയിൽ ടു കെമിക്കൽ ബിസിനസ്.
അപ്പോൾ എങ്കിൽ പോലും HDFCയുടെയും ICICI ബാങ്കിൻ്റെയും ഒരു നല്ല പെർഫോമൻസ് കാരണം മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റി 1% മുകളിൽ ഉയർന്നത് കാരണം നിഫ്റ്റി നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇന്ന് കാഴ്ചവെച്ചു. ഇന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകളിലും മാറ്റങ്ങൾ വന്നതായിട്ട് കാണാം. കാരണം അവിടെ കോൾ സൈഡിൽ 25,500 അതുപോലെ 25,100 ഈ രണ്ട് പ്രൈസിലാണ് നമുക്ക് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് ആയിട്ട് കാണുന്നത്. അതുപോലെ 25,000 എന്ന ലെവലിലാണ് പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റും കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 25,000 അതുപോലെ 25,500 ഈ ലെവലിൽ ചിലപ്പോൾ നിഫ്റ്റി ഒരു റേഞ്ച് ആവാനുള്ള സാധ്യതയാണ്. അതിനിടയിലുള്ള ഒരു മൂവ് ആയിരിക്കാം ചിലപ്പോൾ നിഫ്റ്റിയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ആന്തം ബയോസയൻസിന്റെ IPO ലിസ്റ്റ് ചെയ്ത ഒരു ദിവസമായിരുന്നു. 26% ഒരു ലിസ്റ്റിംഗ് ഗെയിനോടുകൂടിയാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. 570 എന്ന പ്രൈസിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് 723 എന്ന പ്രൈസിലാണ്. ഇപ്പം മോശമല്ലാത്ത ഒരു ലിസ്റ്റിംഗ് ഗെയിന് ഈ സ്റ്റോക്ക് നേടിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ ഒരു സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അത് ഇനിയും മാർക്കറ്റിനെ 25,500 ലെവലിന് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് US ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് 20% കുറവുള്ള ഒരു താരിഫാണ്. ആ രീതിയിൽ വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഒരുപോലെ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച ചില സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ കാണാം. വളരെ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് അപ്പോളോ മൈക്രോസിസ്റ്റം ആണ്. എയറോസ്പേസ് ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ഈ ഒരു സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന അവരുടെ ഹോൾഡിംഗ് 0.93 നിന്ന് 7.16 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും 0.37 നിന്ന് 1.61 ആയിട്ട് അവരുടെ ഹോൾഡിംഗ് ഉയർത്തതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്ക് കാണുന്നത് പെനാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇത് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് രംഗത്തുള്ള ഒരു കമ്പനിയാണ്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ FIIസിന് ഉണ്ടായിരുന്ന ഹോൾഡിംഗ് 3.81% ആയിരുന്നു. അത് 6.23% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 1.69% നിന്നും 1.7% ആയിട്ട് നേരിയൊരു വർധനവും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് കാണുന്നത് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. ഇത് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. FIIs ഈ സ്റ്റോക്കിൽ 0.98% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4.67% ആയിട്ട് അത് ഉയർത്തിയായിട്ട് കാണാം. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 14% നിന്നും 20% ഉയർന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്തുള്ള ഈ ഒരു സ്റ്റോക്കിൽ FIIസിന്റെ ഹോൾഡിംഗ് 10.45% ആയിരുന്നു. അതിപ്പോൾ 13.02% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 16.37% നിന്നും 18.09% ആയിട്ടും ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഒരേപോലെ ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് നമ്മൾ കൂടുതൽ പഠന വിധേയമാക്കേണ്ട ഒരു സ്റ്റോക്കാണ്. ഇത് കഴിഞ്ഞ ക്വാർട്ടറിലാണ് ഇവർ എൻട്രി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഈ സ്റ്റോക്കിൽ അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇതൊരിക്കലും കണ്ണുപടച്ച് വാങ്ങാനുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു പഠനം നടത്താൻ വേണ്ടി മാത്രം ഇവിടെ പരാമർശിച്ചെന്ന് മാത്രം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.